ഞാൻ നല്ല കുട്ടിയായിട്ട് വാക്സിൻ എടുക്കും. സൂചി കുത്താനല്ലേ, അപ്പം എനിക്ക് മരുന്ന് കുടിച്ചാൽ മതി. വാക്സിൻ എടുക്കാൻ പോയത് സൺഡേ അല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പോയതാണ്. അന്ന് എടുത്തു വെച്ച വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സൺഡേ ലീവ് ആയതുകൊണ്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്തതാണ്. അപ്പം പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതും സ്കൂൾ കട്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ റെഡി ആവൽ. പിന്നെ വാക്സിൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വയറുവേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് മരുന്ന് എടുക്കാൻ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ആശാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിക്ക് ഇപ്പം 5 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സിൻ്റെ വാക്സിനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 5 വയസ്സിൻ്റെ വാക്സിൻ എന്ന് പറയുമ്പോൾ കാലിൽ കുത്തുവർ. കാലിൽ കുത്തൽ അത്യാവശ്യം നല്ല പെയിൻഫുള്ളാണ്. പിന്നെ 2 ദിവസത്തേക്ക് അങ്ങനെ ചിലപ്പോൾ പനി വരും, പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ്. അപ്പോൾ ആളോട് ഇപ്പം അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ടെന്ന് പറയും. അപ്പോൾ അതിനുള്ള മരുന്ന് എടുക്കാൻ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടെ നേരത്തെ എത്തിയായിരുന്നു കേട്ടോ, ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മളെത്തി. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ ആൾ ഇങ്ങനെ ഓരോന്നൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ നിന്നു. വേറെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആൾ കംഫർട്ടബിളായിട്ട് തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളിൽ കയറിയപ്പം ഭാഗ്യത്തിന് വേറെ കുട്ടികളൊന്നും ഉള്ളിലില്ലായിരുന്നു. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കരയണ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളും പിന്നെ ഒട്ടും സഹകരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം മരുന്നൊക്കെ ആൾ തുപ്പിയിരുന്നു വേറെ കുട്ടികളൊക്കെ കരയണ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ അതെന്തായാലും ഭാഗ്യം, ഉള്ളിൽ വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ ആ ഉള്ളിലുള്ളവരും അവനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കംഫർട്ടബിൾ ആക്കിയിട്ട് അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൻ്റെ പേരും അതുപോലെ എത്ര നേരം ഫോൺ കാണും, ഫോൺ അധികം കാണരുത് എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ലി ടോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളിത്തിരി ഒന്ന് കാമായി. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ, ഉള്ളിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തു. വാക്സിൻ എടുത്ത് മരുന്ന് ആദ്യം കൊടുത്തു. മരുന്ന് കുടിച്ച് പിന്നെ വാക്സിൻ എടുത്ത് നല്ല വേദന ഉണ്ടായിരുന്നു അവന് കേട്ടോ. നല്ല അച്ഛനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് നേരത്തേക്ക് കരച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഒരു കാല് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടീനെ കളിക്കാൻ വിടണം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഫുൾ ക്ലീനിങ് പരിപാടിയിലായിരുന്നു. നമ്മൾ പിന്നെ ഈവനിങ് ഒന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ. മോനെ ഇവിടെ കളിക്കാനൊന്നും അങ്ങനെ ആരുമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ആരുമില്ല. പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോയാലാണ് അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ വീടൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ അവനങ്ങനെ കളിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കൂടെ തന്നെയാണ് ഈ ഫുൾ ടൈം. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകാനാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം. വണ്ടി ഇപ്പോൾ കാറായാലും ബൈക്കായാലും എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഈവനിങ് ഒന്ന് ഔട്ട് പോയായിരുന്നു. തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് തന്നെയുള്ള പ്ലേസാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് പോയിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. യൂട്യൂബിൻ്റെ പുതിയ പോളിസീസൊക്കെ വരുന്നുണ്ട് എന്നറിഞ്ഞു. മിക്കവാറും ചാനൽ പോകാനുള്ള വല്ല പരിപാടികൾ കാണുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മളങ്ങനെ അധികം വീഡിയോസൊന്നും ക്രിയേറ്റീവ് വീഡിയോസൊന്നും ചെയ്യാറില്ല. ചെയ്യാനും മാത്രം വലിയ കഴിവൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ വ്ളോഗ്സൊക്കെ ചെയ്തിടുക, അതുപോലെ ഓരോരോ ഷോർട്സൊക്കെ വെറുതെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.